ഹലോ മക്കളെ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ അതാ നിങ്ങളുടെ ബയോളജി എക്സാം ഒക്കെ കഴിഞ്ഞ് SS ബയോളജി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തി സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ ബയോളജി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ ആൻസേഴ്സുമായിട്ടാണ്, അതിൻ്റെ ഒരു ആൻസർ കീയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ലേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നിങ്ങളെ വൈകിപ്പിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നേരെ നമ്മുടെ ആൻസർ കീകളിലേക്കും ക്വസ്റ്റ്യൻസിലേക്കും പോകാൻ പോവാണ്. അപ്പോൾ ഈ ആൻസർ കീയും ക്വസ്റ്റ്യൻസും വേണ്ട ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്തിടുക. നമ്മൾ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആവും. അപ്പോൾ ഇതുവരെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഇതിൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ കഴിയും, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാൻ കഴിയും. അതുവഴി ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ലൈവ് ക്ലാസ്സിൻ്റെ നോട്ടുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ആൻസർ കീ പോലുള്ള കാര്യങ്ങളും, നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൃത്യസമയത്ത് കിട്ടും. സെറ്റാണല്ലോ. ഓക്കെ മക്കളെ, ഓക്കെ. അപ്പം നമ്മളിതാ തുടങ്ങാൻ പോവാണ്. സാറ് കുറച്ച് നിങ്ങളുടെ എക്സാമിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ബയോളജിയുടെ ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട മക്കളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള സെഷന്റെ പ്രത്യേകം എന്തായിരുന്നു, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ, സെലക്ട് ദ കറക്റ്റ് ന്യൂക്ലിയോടൈഡ് ദാറ്റ് പെയർസ് വിത്ത് ദ ഗിവൺ ന്യൂക്ലിയോടൈഡ് ഇൻ ദാറ്റ് ബോക്സ്. അതായത് ഈ ഒരു ബോക്സ് തന്നിട്ടുള്ള ന്യൂക്ലിയോടൈഡുമായിട്ട് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ് ഏതാണ് എന്നുള്ളത് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് നമ്മളോട് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ മക്കളെ. ഇതിന്റെ ആൻസർ എന്താ മക്കളെ വരിക, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഗ്വാനിൻ ആണ് അല്ലെ, ജി ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ ആരായിരിക്കും മക്കളെ? ഇതിന്റെ ആൻസർ സി ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർസ് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതാണ് എന്നുള്ളത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, പ്ലാന്റ് ഡിസീസുകളാണ് അല്ലേ, അല്ലെങ്കിൽ സസ്യങ്ങളിൽ ഉണ്ടാവുന്ന രോഗങ്ങളാണ്. ക്വിക്ക് വിൽട്ട് ഇൻ പെപ്പർ, അതായത് കുരുമുളകിൽ ഉണ്ടാവുന്ന ദ്രുതവാട്ടമുണ്ട്. ബ്രിഞ്ചാളിൽ ഉണ്ടാവുന്ന വിൽട്ട് ഡിസീസ് അല്ലെങ്കിൽ വാട്ടരോഗമുണ്ട്. ബനാനയിലുള്ള ബഞ്ചി ടോപ്പ് അല്ലെങ്കിൽ കുറുനാമ്പ് രോഗം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള എന്താണ്, ഒരു ആനിമൽ ഡിസീസാണ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കൂടെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫംഗസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. മക്കളെ, ഇതിന്റെ ആൻസർ ഏതാണ്? ഒന്നാമത്തെ പെയർ കറക്റ്റ് അല്ലേ? ഒന്നാമത്തെ പെയർ കറക്റ്റ് ആണല്ലേ. അതായത് പെപ്പറിൽ കാണപ്പെടുന്ന, കുരുമുളകിൽ കാണപ്പെടുന്ന ദ്രുതവാട്ടം അല്ലെങ്കിൽ ക്വിക്ക് വിൽട്ടിന് കാരണം എന്ന് പറയുന്നത് ഫംഗസ് ആണ്. അപ്പോൾ ആ ഒരു പെയർ എന്താണ്? ആ ഒരു പെയർ കറക്റ്റ് ആണ്. രണ്ടാമത്തേത്, ബ്രിഞ്ചാളിൽ കാണപ്പെടുന്ന വിൽട്ട് ഡിസീസിന് കാരണം വൈറസ് ആണോ? വൈറസ് അല്ല. മൂന്നാമത്തേത്, ബനാനയിൽ കാണപ്പെടുന്ന ബഞ്ചി ടോപ്പിന് കാരണം, ബനാനയിൽ കാണപ്പെടുന്ന ബഞ്ചി ടോപ്പ് എന്ന് പറയുന്ന ഡിസീസിന് കാരണം വൈറസ് ആണോ? അതെ. പിന്നെ വരുന്നത്, ബാക്ടീരിയ കാരണമാണോ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഉണ്ടാകുന്നത്? ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന ആനിമൽസിൽ കാണപ്പെടുന്ന, മൃഗങ്ങളിൽ കാണപ്പെടുന്ന രോഗത്തിന് കാരണം ബാക്ടീരിയ ആണോ? അല്ല. അപ്പൊ ഏതൊക്കെയാണ് കൃത്യമായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ സ്യൂട്ടബിളി. അതായത് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആന്റിജനും ആന്റിബോഡി എഴുതാനുള്ള ടേബിളാണ് തന്നിട്ടുള്ളത്. നമ്മളോട് കൃത്യമായിട്ട് 1ഉം 2ഉം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ നോക്കിയേ, ഇവിടെ തന്നിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ്? ബി പോസിറ്റീവ് ആണ് അല്ലേ. ബി പോസിറ്റീവിൽ കാണപ്പെടുന്ന ഒരു ആന്റിജൻ ആണ് ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത്. ബി ആന്റിജൻ കാണുന്നുണ്ട്. പിന്നെ മക്കളെ, ഇത് പോസിറ്റീവ് അല്ലേ? അപ്പൊ ഇതിൽ കാണപ്പെടുന്ന ആന്റിജൻ ഏതായിരിക്കും? ആന്റിജൻ ഡി ആയിരിക്കും. അതായത് ബി പോസിറ്റീവ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആന്റിജൻ ബിയും ഉണ്ടാകും, ആന്റിജൻ ഡിയും ഉണ്ടാകും. കൂടാതെ ബി പോസിറ്റീവിൽ വരുന്ന ആന്റിബോഡി ഏതായിരിക്കും മക്കളെ? ആന്റിബോഡി ആയിട്ട് വരുന്നത് ഏതാണ്? സ്മോൾ എ ആയിരിക്കും. സെറ്റാണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട്. അതായത് താഴെ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് നമ്മളോട് കറക്റ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. എ പ്രോട്ടീൻ കോൾഡ് കാലസ് പ്രസന്റ് ഇൻ എപ്പിഡെർമിസ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജേംസ്. അതായത് എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കാലസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് രോഗാണുക്കളുടെ പ്രവേശനം തടയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? അത് തെറ്റാണ്. ഏത് പ്രോട്ടീനാണ് മക്കളെ എപ്പിഡെർമിസിൽ കാണപ്പെടുന്നത്? എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ് മക്കളെ? കെരാറ്റിൻ അല്ലേ? നമ്മൾ സ്കിന്ന് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ കെരാറ്റിനെ കുറിച്ച്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലൈസോസൈം പ്രസന്റ് ഇൻ സലൈവ ഡിസ്ട്രോയ് ജേംസ്. ലൈസോസൈം പ്രസന്റ് ഇൻ സലൈവ ഡിസ്ട്രോയ് ജേംസ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ മക്കളെ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തേത്, T lymphocyte produces antibodies against antigens which enter our body. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ആന്റിജൻസിനെതിരെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് T lymphocyte ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. T lymphocyte ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ ആ സ്റ്റേറ്റ്മെന്റും തെറ്റല്ലേ? ആ സ്റ്റേറ്റ്മെന്റും തെറ്റല്ലേ? ആരാണ് ആന്റിജൻസിനെതിരെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റിജൻസിനെതിരെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ആര് മക്കളെ? ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. ഓക്കെ, നമ്മൾ നമ്മുടെ അടുത്തൊരു സെറ്റിലേക്ക് പോവാണ്. നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ നമുക്കൊരു എ പാർട്ട് തന്നിട്ടുണ്ട്. ആ എ പാർട്ടിലുള്ള റിലേഷൻ നോക്കിയതിന് ശേഷം ബി പാർട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈലേറിയൽ വേം ഉണ്ട്, ക്യൂലെക്സ് കൊതുക് അല്ലെങ്കിൽ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണുള്ളത്. ഉണ്ടാക്കുന്ന രോഗമാണ് ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മലേറിയയ്ക്ക് കാരണമായിട്ടുള്ളത് എന്താണ് മക്കളെ? പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള പാത്തോജൻ എന്ന് പറയുന്നത്. മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള പാത്തോജൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഏതാണ്? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ്. അപ്പൊ ഈ പാർട്ട് സെറ്റ്. അടുത്തത്, ആരാണ് ഈ രോഗം പരത്തുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് മക്കളെ? ഏത് കൊതുകാണ്? ഏത് മൊസ്കിറ്റോ ആണ്? അതാണ് അനോഫിലസ് മൊസ്കിറ്റോ. ഓക്കെ, സെറ്റാണല്ലോ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കൊരു ചിത്രീകരണം തന്നിട്ടുണ്ട് അല്ലേ? ന്യൂറോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ ആദ്യം പഠിക്കുന്ന, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിക്കുന്ന ന്യൂറോൺസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് 4 കുട്ടികൾ ABCD പാർട്ടുകളെ കൃത്യമായിട്ട് അവർ പേര് കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റായിട്ട് നെയിം ചെയ്തിട്ടുള്ളത് ഏത് കുട്ടിയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ABC എന്ന് സൂചിപ്പിച്ച ഭാഗങ്ങളെ 4 കുട്ടികൾ തിരിച്ചറിഞ്ഞ് ചൂട നൽകിയിരിക്കുന്നു. അതിൽ കറക്റ്റായിട്ടുള്ള പേർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ മക്കളെ കറക്റ്റ് പേർ? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? 3 അല്ലേ? മക്കൾ നോക്കിക്കേ, 3 അല്ലേ കറക്റ്റ് ആയിട്ടുള്ള പേര്? സെറ്റാണല്ലോ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പകർച്ചവ്യാധിയുടെ രോഗലക്ഷണങ്ങൾ ബോക്സിൽ തന്നിരിക്കുന്നു. അവയെ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സാർ ഇന്നലെ ഡിസ്കസ് ചെയ്ത മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സിംറ്റംസ് തന്നിട്ടുണ്ട്, അത് അനലൈസ് ചെയ്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിവിയർ ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള പനി ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, മസിൽ പെയിൻ ഉണ്ടാവും, അതേപോലെ കണ്ണിനൊക്കെ ഒരു ചുവന്ന കളർ, ചുവപ്പ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മക്കളെ ഏതാണ് ഇവിടെ പറയുന്ന രോഗം? ഇവിടെ പറയുന്ന രോഗം ഏതാ മക്കളെ? ഇവിടെ പറയുന്ന രോഗമാണ് ഏത് മക്കളെ? റാറ്റ് ഫീവർ, എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. ഇതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ഇതാണ് നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ് എന്നുള്ളത്. ഏതാ മക്കളെ? ഏതാണ് റാറ്റ് ഫീവറിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? അതാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ. ഈ രോഗികളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ രോഗികളിൽ റാറ്റ് ഫീവർ ബാധിക്കുന്ന പേഷ്യൻസിൽ
ഇന്റേണൽ ബ്ലീഡിങ്ങിന് കാരണമാവുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മക്കളെ? എന്തുകൊണ്ടാണ് The toxin produced by the bacteria damages the blood capillaries that leads to internal bleeding. അതായത് ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലുള്ള രക്തലോമികകളെ നശിപ്പിക്കുകയും അങ്ങനെ നമുക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് നേടാൻ പറ്റും. സെറ്റാണല്ലോ. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ണിനുണ്ടാകുന്ന ന്യൂനതകളും രോഗങ്ങളും അവയുടെ കാരണങ്ങളും ബോക്സിൽ നൽകിയിരിക്കുന്നു. അവ ഉപയോഗിച്ച് മാതൃകയിലേതുപോലെ 4 ജോഡികൾ ഉണ്ടാക്കാം. ഒന്നുമില്ല മക്കളെ, ബോക്സിൽ കുറെ നമ്മുടെ ഐയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ഡിസീസ് അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസും അതിൻ്റെ റീസൺസും അതുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളും നൽകിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതിൽ ഒരു 4 പെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബോക്സിൽ നിന്ന് ഒരു 4 പെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സീറോഫ്താൽമിയ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരു പെയർ ഉണ്ടാക്കാൻ പറ്റും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ സീറോഫ്താൽമിയയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു എന്തുണ്ടാക്കാൻ പറ്റും? ഒരു പെയർ ഉണ്ടാക്കാൻ പറ്റും. എന്താണ് പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം. ഗ്ലോക്കോമ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പെയർ ഉണ്ടാക്കാൻ പറ്റും. ഗ്ലോക്കോമ എന്ന് പറഞ്ഞ് നമുക്കൊരു പെയർ ഉണ്ടാക്കാൻ പറ്റും. എന്താണ്? ഫെയിലിയർ ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണത്തിന് തടസ്സം നേരിടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്ലോക്കോമ ഉണ്ടാവുന്നത്. പിന്നെ വരുന്നതാണ് കാറ്ററാക്ട്. ഇവിടെയുണ്ട്. ഇവിടെ കാറ്ററാക്ട് എന്താണ് മക്കളെ? ലെൻസ് ബിക്കംസ് ഒപ്പെക്. അതാ തിമിരം. അതായത് എന്താണ്? നേത്ര ലെൻസ് എന്താവുക? അധാര്യമാകുക. നേത്ര ലെൻസ് അധാര്യമാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? തിമിരം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. പിന്നെ വരുന്ന ഏതാ മക്കളെ? കളർ ബ്ലൈൻഡ്നെസ് എന്താണ്? വർണ്ണാന്ധതയ്ക്ക് കാരണം എന്താണ് മക്കളെ? കോൺ കോശങ്ങളുടെ തകരാറാണ് വർണ്ണാന്ധതയ്ക്ക് കാരണമായിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പൊ നമുക്ക് 4 പെയർ കിട്ടിയില്ലേ? 4 പെയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഇങ്ങനെ ഒരു 4 പെയർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് നേടാൻ പറ്റി. സെറ്റാണല്ലോ. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. മെൻഡലിന്റെ ഒരു പരീക്ഷണത്തിൽ ഉരുണ്ട വിത്തുള്ള പയർച്ചെടിയെ ക്യാപിറ്റൽ RR ചുളുങ്ങിയ വിത്തുള്ള പയർച്ചെടിയുമായി സ്മോൾ RR വർഗസങ്കരണം നടത്തി, അതായത് ഹൈബ്രിഡൈസേഷൻ നടത്തി. 2ാം തലമുറയിൽ F2 ജനറേഷനിൽ 3:1 അനുപാതത്തിൽ ഉരുണ്ട വിത്തുകളും ചുളുങ്ങിയ വിത്തുകളുമായിട്ടുള്ള ചെടികൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ 1ാം തലമുറയിലെ ഗുപ്തഗുണം ഏതാണ്? അതായത് ഫസ്റ്റ് ജനറേഷനിൽ പ്രകടമാവാത്ത എക്സ്പ്രസ് ആവാത്ത ക്യാരക്ടർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഗുണം 2ാം തലമുറയിൽ പ്രകടമാവാനുള്ള കാരണം എന്താണ്? 1ാം തലമുറയിൽ പ്രകടമാവാത്ത എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടർ 2ാം തലമുറയിൽ എക്സ്പ്രസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്താണ്? 2ാം തലമുറ രൂപീകരണത്തെ ചിത്രീകരിക്കുക. F2 ജനറേഷൻ ഫോം ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്രാം നമ്മളോട് ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നമ്മളോട് അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മക്കളെ ഇതിൻ്റെ ആൻസർ വരിക? എന്താണ് വരിക? 1ാം തലമുറയിൽ പ്രകടമാവാത്ത എക്സ്പ്രസ് ചെയ്യാത്ത ഗുണം ഏതാണ്? റിങ്കിൾഡ് സീഡ്. അല്ലെങ്കിൽ എന്താണ്? ചുളുങ്ങിയ വിത്തുള്ള പയർച്ചെടി എന്ന് പറയുന്ന ഗുണം. എന്തുകൊണ്ടാണ് മക്കളെ ഇത് 2ാം തലമുറയിൽ F2 ജനറേഷനിൽ എക്സ്പ്രസ് ആവുന്നത്? എന്തുകൊണ്ടാണ്? During gamete formation, the factors that determine a particular character segregate without getting mixed. അതായത് ഗ്യാമീറ്റുകൾ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ക്യാരക്ടറുകൾ, ഒരു പ്രത്യേക സ്വഭാവത്തെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറുകൾ പരസ്പരം കൂടിക്കലരാതെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് F2 ജനറേഷനിൽ റിങ്കിൾഡ് സീഡ് അല്ലെങ്കിൽ ചുളുങ്ങിയ വിത്തുകൾ ലഭിക്കാൻ കാരണമായിട്ടുള്ളത്.
ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മളോട് പറഞ്ഞുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? രണ്ടാം തലമുറ രൂപീകരണത്തെ ചിത്രീകരിക്കുക. അത് വേണമെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ചെക്കർ ബോർഡ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതുപോലെ ഇങ്ങനെയും ചെയ്യാം. RR ചെയ്യുമ്പോൾ ഗ്യാമീറ്റ് 6 വരും, 6 വരും. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് RR വരും, ക്യാപിറ്റൽ RR വരും, ക്യാപിറ്റൽ R സ്മോൾ r വരും, അഗെയിൻ ക്യാപിറ്റൽ R സ്മോൾ r വരും, പിന്നെ എന്താണ് സ്മോൾ r വരും. ഇങ്ങനെയാണെങ്കിൽ എന്താണ്? അതും സെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ എന്താണ്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതായത് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്നെന്താണ്? ഫിൽ അപ്പ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ഫീവർ സ്യൂട്ടബിളി. അതായത് പനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഡയഗ്രാം സ്യൂട്ടബിൾ ആയിട്ട് നമ്മളോട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ സാർ ഇന്നലെ ഫീവറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? പാത്തജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തി. പാത്തജൻസ് എന്തോ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ കൊടുത്തിട്ടില്ല. അതാണ് അവർ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതെന്താണ്? ടോക്സിൻ ആണ്, അല്ലെങ്കിൽ വിഷവസ്തുക്കളാണ്. അതിനുശേഷം എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആർ സ്റ്റിമുലേറ്റഡ്. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ശ്വേതരക്താണുക്കൾ ഉത്തേജിപ്പിക്കപ്പെടും. അതിനുശേഷമുള്ള എന്താ മക്കളെ? വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ്. ശ്വേതരക്താണുക്കൾ എന്തോ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതും ഇവർ കൊടുത്തിട്ടില്ല. അതെന്താ മക്കളെ? കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. ചില രാസവസ്തുക്കൾ ശ്വേതരക്താണുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ളത് എന്താ? ബോഡി ടെമ്പറേച്ചർ റൈസസ്. അങ്ങനെ ഈ ശ്വേതരക്താണുക്കൾ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമ്മുടെ താപനില ഉയരുന്നത്. സെറ്റ്, അത് കറക്റ്റ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ. റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. ശരീര താപനില ഉയരുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഒന്നെന്താണ്? പാത്തോജൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ റിഡ്യൂസ് ചെയ്യും. സാർ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് ഇൻക്രീസസ് ദ എഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ്. അതായത് നമ്മുടെ ബാക്ടീരിയ ഒക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിന്റെ ഫലപ്രാപ്തി കൂടും. സെറ്റാണല്ലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയ മക്കളെ. ഫിൽ അപ്പ് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു അഡ്രിനൽ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചാർട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എ പാർട്ടിൽ ഇവിടെ വരുന്ന ആളാരായിരിക്കും മക്കളെ? ഇവിടെ വരുന്ന ആളാരായിരിക്കും? അവിടെ വരുന്ന ആളാണ് മെഡുല്ല എന്ന് പറയുന്ന ആളാണ് എ പാർട്ടിൽ വരിക. സെറ്റ്. അങ്ങനെ വരുമ്പോൾ അഡ്രിനൽ ഗ്ലാൻഡ്, കോർട്ടെക്സിൽ വരുമ്പോൾ കോർട്ടിസോൾ ഉണ്ട്. ഇവിടെ ബി പാർട്ടിൽ ആരോന്നുണ്ട്, അതാരാ കൊടുത്തിട്ടില്ല. ആരാണ്? എന്താണ് ബി പാർട്ടിൽ എന്തായിരിക്കും വരിക? ബി പാർട്ടിൽ കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ ആയിട്ട് എന്തായിരിക്കും വരിക? ദ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് സ്ലോസ് ഡൗൺ ദ ആക്ടിവേഷൻ ഓഫ് ഡിഫൻസ് സെൽ. അതേപോലെ തന്നെ കൺട്രോൾസ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. അതായത് കോർട്ടിസോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്തൊക്കെയാണ് മക്കളെ? ഒന്ന്, പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും എന്ത് ചെയ്യുക? ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫൻസ് സെല്ലിന്റെ ആക്ഷനുകൾ സ്ലോ ഡൗൺ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? അലർജിയും ഇൻഫ്ലമേഷൻസും ഒക്കെ കുറയ്ക്കുക. സെറ്റാണല്ലോ. ഓക്കെ, അതിനുശേഷം ഇവിടെ സിയും ഡിയും തന്നിട്ടില്ല. എന്താ മക്കളെ സിയിൽ വരിക? കോർട്ടിസോൾ കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള ആളാരാണ്? അയാളാണ് അൾഡോസ്റ്റിറോണുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻ എന്താ മക്കളെ? മെയിൻറ്റെയിൻ സാൾട്ട് വാട്ടർ ലെവൽ ഇൻ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള ലവണത്തിന്റെയും ജലത്തിന്റെയും അംശത്തെ ഒരുപോലെ ബാലൻസ് ചെയ്ത് നിലനിർത്തുക. അതുപോലെ തന്നെ എന്താണ്? മെയിൻറ്റെയിൻസ് ബ്ലഡ് പ്രഷർ. നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആരുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? അൾഡോസ്റ്റിറോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളും സെറ്റല്ലേ? അടുത്തത് ഓക്കെ, നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് 12ാമത്തെ ചോദ്യം? നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്, ഇത് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഡസ് ഇറ്റ് ഒക്വർ? മക്കളെ ഇന്നലെ സാറ് ഡിസ്കസ് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ. എന്താണ്? ഈ ചിത്രം നിരീക്ഷിച്ച് ഇതെന്താണ് സംഭവം എന്ന് എഴുതാൻ. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ക്രോസിംഗ് ഓവർ ഇൻ ക്രോമസോമിലെ മുറിഞ്ഞു മാറൽ എന്ന് പറയുന്ന പരിപാടിയാണ് നടക്കുന്നത്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഡസ് ഇറ്റ് ഒക്വർ? ഏത് തരം കോശ വിഭജനത്തിലാണ് ഇത് കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണ് മക്കളെ? ഏതിലാണ്? മിയോസിസിലാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഹൗ ഡസ് ദ പ്രോസസ് കോസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം? ജീവികളിൽ ഈ ഒരു പ്രതിഭാസം വഴി എങ്ങനെയാണ് വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് വേരിയേഷൻസ് ഉണ്ടാവുന്നത്? സാർ ഇന്നലെ പറഞ്ഞ അതേ കാര്യം. എങ്ങനെയാണ്?
parts of DNA crosses over and becomes part of another DNA. This causes a difference in the distribution of gene. അതായത് ഒരു ജീനിന്റെ ഭാഗം മുറിഞ്ഞു മാറി മറ്റൊരു ജീനിന്റെ ഭാഗമാകുന്നു. അങ്ങനെ ആവുന്ന സമയത്ത് ആ ജീനിലുള്ള DNA-യുടെ ഓർഗനൈസേഷൻസ് ചേഞ്ച് ആവുന്നു. അങ്ങനെ അത് അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ പുതിയ സ്വഭാവങ്ങൾ രൂപപ്പെടാൻ കാരണമാവുന്നു. സെറ്റ് ആണല്ലോ? ഓക്കെ, അടുത്തത് ഇതും സാറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ സംഭവമായിരുന്നു. എന്താണ്? ഈ ഇല്ലസ്ട്രേഷൻ നോക്കുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഐഡന്റിഫൈ ദ ഡിസീസ്. ഈ ഡിസീസ് ഏതാണെന്ന് പറയാൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. എന്താണ്? സിക്കിൾ സെൽ അനീമിയ. ഹൗ ഡസ് ദ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് RBC ഇൻ ദീസ് പേഷ്യൻസ് ഡിക്രീസ്? എങ്ങനെയാണ് ഈ രോഗമുള്ള ആളുകളിൽ ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? Due to deformities in the sequencing of amino acid, the structure of hemoglobin changes. RBC becomes sickle shaped. RBC become sickle shaped. അതായത് അമിനോ ആസിഡ്സിന്റെ സീക്വൻസിലുള്ള ചേഞ്ചുകൾ മൂലം RBC ചുവന്ന രക്താണുക്കൾ എന്ത് ആവുന്നു? നമ്മുടെ അരിവാൾ രൂപത്തിലേക്ക് മാറുന്നു, ഒരു സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നു. അങ്ങനെ മാറുന്ന സമയത്ത് അവരുടെ ഓക്സിജൻ വാഹക കപ്പാസിറ്റി അല്ലെങ്കിൽ ഓക്സിജൻ വാഹക ശേഷി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടാണ് ഓക്സിജൻ വാഹക ശേഷി കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ബി പാർട്ട് എന്താ മക്കളെ? ഹൗ ഡസ് ദിസ് ഡിസീസ് അഫക്ട് ദ ബ്ലഡ് സർക്കുലേഷൻ? രക്ത ആ ഒരു പരിചരണ വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഇതെങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? സിക്കിൾ ഷേപ്ഡ് RBC ഗെറ്റ്സ് കളക്റ്റഡ് ഇൻ ദ ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ്. അതായത് ഈ സിക്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള RBCs ഈ ബ്ലഡ് വെസൽസിൽ വന്ന് അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടുന്ന സമയത്ത് അതിലൂടെയുള്ള രക്തപ്രവാഹം തടസ്സപ്പെടും. ഓക്കെ ആണല്ലോ? സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എന്താണ്? ഈ ഹോർമോൺ ഫംഗ്ഷൻ കാണിക്കുന്ന ഈ ചാർട്ടിലെ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ടുകൾ നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും മക്കളെ? ജിബർലിനുമായിട്ട് ബന്ധപ്പെട്ട എ പാർട്ടിൽ വരുന്ന അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? സ്റ്റിമുലേറ്റ്സ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു സ്റ്റിമുലേറ്റ് ജെർമിനേഷൻ. അതേപോലെ തന്നെ സ്പ്രൂട്ടിംഗ് ഓഫ് ലീവ്സ്. അതായത് ജെർമിനേഷനെ ഉത്തേജിപ്പിക്കാനായിട്ട് സ്റ്റോർഡ് ഫുഡിന്റെ നമ്മൾ സംഭരിച്ചു വെച്ചിട്ടുള്ള ആഹാരങ്ങളുടെ വിഘടനം സാധ്യമാക്കുക, അല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ സാധ്യമാക്കുക. അതാണ് ആരുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ പറ്റുക? ജിബർലിനുമായിട്ട് എഴുതാൻ പറ്റുക. ഇനി ബി, സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ? സൈറ്റോകിനിനാണ്. അടുത്തത് സി, ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡിന്റെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓക്സിൻ ആണ്. അതേപോലെ തന്നെ ഫ്രൂട്ട് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓക്സിൻ ആണ്. പിന്നെ വരുന്നത് എന്താണ് മക്കളെ? എത്തിലിന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. എത്തിലിന്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? റിപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അതായത് ഫ്രൂട്ട്സിന്റെയും ഇലകളുടെയും ഒക്കെ പാകമാവൽ എന്നുള്ള പരിപാടികളൊക്കെയാണ് ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? എത്തിലിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ വരുന്നത് എന്താ മക്കളെ? ഡ്രോപ്പിംഗ് ഓഫ് റിപ്പൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. അതായത് പഴുത്ത് ഭാഗമായിട്ടുള്ള ഇലകളും അതേപോലെ തന്നെ ഫലങ്ങളും ഒക്കെ ഞെട്ടറ്റ് താഴെ വീഴാൻ കാരണമാവുന്നത് ആരാണ്? അബ്സസിക് ആസിഡ് വഴിയാണ്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ലൈഫ് സ്റ്റൈൽ ഡിസീസ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഒന്നുമില്ല മക്കളെ, 2 എണ്ണം തന്നിട്ടുണ്ട്. 1ഉം 2ഉം ഹാർട്ട് അറ്റാക്കിന്റെയും ബ്രോങ്കൈറ്റിസിന്റെയും കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറ് ലൈവ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ആ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മക്കളെ ഹാർട്ട് അറ്റാക്കിന്റെ കാരണം? ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ കൊറോണറി ആർട്ടറീസ്. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുക. അടുത്തത് ബ്രോങ്കൈറ്റിസിന്റെ കാരണം എന്താ മക്കളെ? ഒന്നുകിൽ സ്മോക്കിംഗ്, അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് എക്സെട്ര ഇൻ ടൊബാക്കോ ലീഡ് ടു ദ ഡിപ്പോസിഷൻ ഓഫ് മ്യൂക്കസ് ആൻഡ് ദ സ്വെല്ലിംഗ് ഓഫ് ലങ്സ് ഡ്യൂ ടു ദ proliferation of germs in the alveoli. അതായത് നമ്മുടെ സ്മോക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പുകയൊക്കെ വലിക്കുന്ന സമയത്ത് അതിലുള്ള ടൊബാക്കോയും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ലങ്സിലെത്തുകയും അതുവഴിയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ബ്രോങ്കൈറ്റിസ് പോലുള്ള രോഗങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ പറഞ്ഞെന്താ മക്കളെ? സജസ്റ്റ് വൺ ചേഞ്ച് ഈച്ച് ദാറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ ടു കീപ് അവേ ഫ്രം ദ എബോ ഡിസീസ്. അതായത് മുകളിൽ സൂചിപ്പിച്ച രോഗങ്ങളിൽ നിന്ന് നമുക്കൊരു പ്രതിരോധം എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് വരണ്ടെന്നാണെങ്കിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഒന്നെന്താണ്? സ്മോക്കിംഗ് ഒഴിവാക്കുക. പിന്നെന്താണ്? റെഡ്യൂസ് ഫാറ്റ് ഇൻടേക്ക്
ഡു ഡെയിലി ഫിസിക്കൽ എക്സസൈസ്, നമ്മൾ വ്യായാമം ചെയ്യുക. ഈ 2 പോയിന്റുകൾ എഴുതിയാൽ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഫാറ്റ്സ് ആൻഡ് ടാബുലേറ്റ് ദം കറക്റ്റ്ലി. അതായത് ടി ലിംഫോസൈറ്റും ബേസോഫിലും ആന്റിബയോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ തന്നിട്ടുള്ള പോയിന്റുകളിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് എടുത്തെഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടി ലിംഫോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് മക്കളെ? ഒന്ന്, ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നു. രണ്ടാമത്തെ എന്താ മക്കളെ? ബാക്കിയുള്ള ഡിഫൻസ് സെല്ലുകളെ നമ്മുടെ ശരീരത്തിലുള്ള ബാക്കിയുള്ള പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ബേസോഫിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താ മക്കളെ? ബാക്കിയുള്ള ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഡയലേറ്റ് ബ്ലഡ് വെസൽസ്, രക്തലോമികകളെ വികസിപ്പിക്കുന്നു. പിന്നെ വരുന്നതാണ് മക്കളെ ആന്റിബയോട്ടിക്സുമായിട്ട് വരുന്ന എന്താ മക്കളെ? ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസിൻറ്റഗ്രേറ്റിംഗ് ദെയർ സെൽ മെംബ്രെയിൻ, അതായത് ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ചുകൊണ്ട് അവയെ നശിപ്പിക്കുന്നു. ഇതുമാണ് നമുക്ക് ആന്റിബയോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് എടുത്തെഴുതാൻ കഴിയുന്ന പോയിന്റ്. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, അടുത്തത് 17ാമത്തെ ചോദ്യം, മുകളിലുള്ള ചോദ്യം എന്താ മക്കളെ? എന്താണ് വാക്സിൻ? അതുപോലെ തന്നെ എങ്ങനെയാണ് BCG വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ പ്രതിരോധ ശേഷി നൽകുന്നത്? ഹൗ ഡസ് BCG വാക്സിനേഷൻ പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ്. അപ്പൊ എന്താണ് മക്കളെ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്സിൻസ് ആർ ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ, കൃത്രിമ പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എന്ത്? വാക്സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ BCG വാക്സിൻ എങ്ങനെയാണ് ക്ഷയരോഗത്തിനെതിരെ പ്രതിരോധശേഷി നൽകുന്നത്? BCG വാക്സിൻ ആക്ട് ആസ് ആൻ ആന്റിജൻ ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. Antibodies are formed in the body against them. Thus antibodies are retained in the body which later on protect the body from the microbacterium tuberculosis responsible for the tuberculosis. അതായത് മക്കളെ, ഈ BCG വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഒരു ആന്റിജൻ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അങ്ങനെ ആന്റിജൻ എത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ആന്റിബോഡികൾ പ്രവർത്തനക്ഷമമാവുകയും പിന്നീട് ഈ ആന്റിബോഡികൾ അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഈ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്, അതായത് ക്ഷയരോഗത്തിന് കാരണമാവുന്ന പാത്തോജൻ വരികയാണെങ്കിൽ ഈ ആന്റിബോഡീസ് ഉടൻ തന്നെ അതിനെ നശിപ്പിക്കും. ഇങ്ങനെയാണ് വാക്സിൻസ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ അല്ലേ? അതായത് എന്താണ്? ഫീമെയിലിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഗ്യാമീറ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും എന്നാണ് എഴുതാൻ പറഞ്ഞത്. എന്താണ് വരിക മക്കളെ? 22+X ആയിരിക്കും. അപ്പൊ മെയിൽസിന്റെ എന്തായിരിക്കും? 22+X ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും മക്കളെ? 22+Y ആയിരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ്. പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? ജെനറ്റിക്സിന്റെ ചാർട്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം. ഇവരെ രണ്ടുപേരെയും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ എന്താ വരിക? 44+XX. ബാക്കിയുള്ള ഇവരെ രണ്ടുപേരെയും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 44+XY. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. രണ്ടാമത്തേത്, ദ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ ഇൻ ഹ്യൂമൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1:1. ഗിവ് റീസൺ ഫോർ ദിസ് ബേസ്ഡ് ഓൺ ദ ഇല്ലസ്ട്രേഷൻ. അതായത് നമ്മുടെ മനുഷ്യരിലെ സ്ത്രീ പുരുഷ അനുപാതം 1:1 ആണ് എന്നാണ് പറയുന്നത്. ദ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ ഇൻ ഹ്യൂമൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി, ശരാശരി ഒരു 1:1 ആയിട്ടൊക്കെ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് എന്ന് ഈ ഒരു ഡയഗ്രം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഒരു ഇല്ലസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ മക്കളെ വരിക? ദ നമ്പർ ഓഫ് മെയിൽ ഗ്യാമീറ്റ്സ് വിച്ച് ക്യാരി X ക്രോമസോം ആൻഡ് ദ നമ്പർ ഓഫ് ഗ്യാമീറ്റ്സ് വിച്ച് ക്യാരി Y ക്രോമസോം ആർ ഈക്വൽ. സോ ദ പോസിബിലിറ്റി ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമീറ്റ്സ് ഹാവിംഗ് X or Y ക്രോമസോം വിത്ത് ഓവം ഈസ് ഈക്വൽ. അതായത് മെയിലിന്റെ കാര്യം എടുക്കുമ്പോൾ, മെയിൽ ഗ്യാമീറ്റിന്റെ കാര്യം എടുക്കുമ്പോൾ X ക്രോമസോം ഉള്ളതും അതേപോലെ തന്നെ Y ക്രോമസോം ഉള്ളതുമായിട്ടുള്ള ഗ്യാമീറ്റ്സിന്റെ എണ്ണം എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഓവോമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഓവോമായിട്ട് ഈ രണ്ടെണ്ണം, ഈ എക്സോ വൈയോ കമ്പൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. ഒന്നുകിൽ X കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ Y കമ്പൈൻ ചെയ്യാം. രണ്ടിനും എന്താണ്? ഒരേ പോസിബിലിറ്റിയാണ്. 50-50 ആണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. 50-50 ആണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈക്വൽ ചാൻസ് ആയിട്ട് പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെറ്റ്. അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള, സാർ ഇന്നലെ നോക്കണം എന്ന് പറഞ്ഞ ആ ഒരു ഇല്ലസ്ട്രേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നെയിം ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ഇല്ലസ്ട്രേഷൻ. ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്ന പ്രോസസ് എന്താണ്? ജീൻ ആക്ഷൻ ആണ്, ജീനിന്റെ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഐഡന്റിഫൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് X
Why is it known by the name? Write its role in the process illustrated. മക്കളെ എക്സ് എന്ന് പറയുന്ന പാർട്ട് ഏതാണ്? മെസഞ്ചർ RNA ആണ്. മെസഞ്ചർ RNA ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ മെസഞ്ചർ RNA എന്ന് പറയുന്നത്? mRNA carries information from DNA to ribosome. റൈബോസോമിൽ DNA-യിൽ നിന്ന് റൈബോസോമിലേക്ക് ഉള്ള മെസ്സേജുകൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ DNA-യിലുള്ള ഇൻഫോർമേഷൻസ് റൈബോസോമിലേക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കൊണ്ടുവരുന്നത് ഈ ഒരു mRNA ആണ്. mRNA-യിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? mRNA എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താ മക്കളെ? ഇതിന്റെ റോൾ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ റോൾ? ഇതിന്റെ റോൾ എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ, അതായത് ഇതിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പറയാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മേക്ക് എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഷോസ് ദ മെക്കാനിസം ഓഫ് ഹിയറിംഗ് ബൈ യൂസിങ് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രം ദ ബോക്സ്. അതായത് നമ്മുടെ കേൾവി, നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ട കുറച്ച് ക്ലൂസ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ വരിക? ദ സൗണ്ട് വേവ്സ് വിച്ച് പാസ് ത്രൂ ദ എക്സ്റ്റേണൽ ഇയർ വൈബ്രേറ്റ് ദ ടിംബാനം. അതായത് നമ്മുടെ ചെവിയുടെ എക്സ്റ്റേണൽ ഇയറിനെ വൈബ്രേറ്റ് ചെയ്യുന്ന അതായത് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ഒരു സൗണ്ട് വേവ്, ആ സൗണ്ട് വേവ് എന്ത് ചെയ്യും? നമ്മുടെ എക്സ്റ്റേണൽ ഇയർ വൈബ്രേറ്റ് ചെയ്യും, ആ ടിംബാനത്തിനെ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ചെവിയിലുള്ള ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് ആവും. അങ്ങനെ വരുമ്പം ഓവൽ വിൻഡോ മൂവ്മെൻറ്റ് സംഭവിക്കും, ഓവൽ വിൻഡോയ്ക്ക് മൂവ്മെൻറ്റ് സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്ലോക്ലിയയിലുള്ള ഫ്ലൂയിഡിന് എന്ത് സംഭവിക്കും? വൈബ്രേഷൻ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇമ്പൾസസ് ആർ ഫോംഡ് ബൈ ദ സ്റ്റിമുലേഷൻ ഓഫ് ദ ഹെയർ സെൽസ് ഇൻ ദ ഓർഗൻ ഓഫ് കോട്ടി. ഓർഗൻ ഓഫ് കോട്ടിയിലെ രോമകോശങ്ങൾ എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള ഉത്തേജനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇമ്പൾസസ് റീച്ച് ദ സെറിബ്രം ത്രൂ ദ ഓഡിറ്ററി നെർവ്സ് ആൻഡ് ഹിയറിംഗ് ഈസ് എഫക്റ്റഡ്. അതായത് ശ്രവണനാഡികൾ വഴി ഈ ഒരു വിവരം സെറിബ്രത്തിലെത്തുകയും അങ്ങനെ നമുക്ക് കേൾവി എന്ന് പറയുന്ന ഒരു അനുഭൂതി സാധ്യമാവുകയും ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സെറ്റാണല്ലോ. അടുത്തത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എന്താണ് മക്കളെ? ഒന്നുമില്ല, നമുക്കിവിടെ ഒരു സിംറ്റംസ് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ഫീവർ ഉണ്ട്, പനിയുണ്ട്, പെയിൻ ഇൻ ത്രോട്ട്, തൊണ്ടവേദനയുണ്ട്, ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻഡ്സ് ഓഫ് ദ ത്രോട്ട്, അതായത് നമ്മുടെ തൊണ്ടയിലുള്ള ലിംഫ് ഗ്രന്ഥികൾക്ക് വീക്കമുണ്ട്. അതാണ് നമുക്ക് തന്നിട്ടുള്ള സിംറ്റം. ഐഡന്റിഫൈ ദ ഡിസീസ്, നെയിം ദ കോസൈറ്റീവ് ബാക്ടീരിയം. അതായത് ഈ രോഗം ഏതാണ് എന്ന് തിരിച്ചറിയണം, ഇതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ തിരിച്ചറിയണം. ഈ രോഗം ഏതാണ് മക്കളെ? ഇതാണ് ഡിഫ്തീരിയ. ഇതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. സാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ ലൈവ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ അപ്പിയറൻസ് ഓഫ് ആഷ് കളേർഡ് തിക് കോട്ടിംഗ് ഇൻ ദ ത്രോട്ട് ഓഫ് ദ പേഷ്യൻ? ഇവരുടെ രോഗികളിൽ തൊണ്ടയിൽ ഒരു ആഷ് കളേർഡ് ആയിട്ടുള്ള ഒരു ചാര കളറിലുള്ള ആവരണം രൂപപ്പെടാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയ ഡിസ്ട്രോയ് ദ സെൽസ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ഫോംസ് ആഷ് കളേർഡ് തിക് കോട്ടിംഗ് ഇൻ ദ ത്രോട്ട്. അതായത് ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിഷവസ്തുക്കൾ നമ്മുടെ തൊണ്ടയിലുള്ള ഈ ഒരു ശ്ലേഷ്മ സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു മ്യൂക്കസ് മെംബ്രെയിനെ നശിപ്പിക്കുകയും അങ്ങനെ വരുമ്പം നമ്മുടെ തൊണ്ടയിൽ, നമ്മുടെ ത്രോട്ടിൽ എന്ത് സംഭവിക്കും? ഒരു ആഷ് കളേർഡ് ആയിട്ടുള്ള ഒരു ചാര കളറിലുള്ള ഒരു തിക്ക് കോട്ടിങ് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, എന്താണ്? വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഫോർ ദ ഡിസീസ്? ഈ രോഗത്തിനുള്ള ചികിത്സ എന്താണ്? വാക്സിനേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബൈ ദ യൂസ് ഓഫ് ആന്റി ടോക്സിൻസ് എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ എന്താണ് മക്കളെ? സജസ്റ്റ് എനി 2 ways to prevent the transmission of the disease. ഈ രോഗം പകരുന്നത് തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ രോഗം തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നെന്താണ്? ഹൈജീനായിട്ട് വ്യക്തി ശുചിത്വം പാലിക്കുക, അല്ലെങ്കിൽ ശുചിത്വത്തോടെ നമ്മൾ ജീവിക്കുക. എങ്ങനെയാണ്? റെഗുലറായിട്ട് കൈ കഴുകുക, അതേപോലെ തന്നെ മാസ്ക് ധരിക്കുക. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു 2 കാര്യം എഴുതിയാൽ തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താണ്? സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിന്റെ പേര് എഴുതാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ മക്കളെ, ഈ പ്രോസസ്സ് ഏതാണ് മക്കളെ? ഇത് വീങ്ങൽ പ്രതികരണമല്ലേ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലേ? അതെ. ഹൗ ഡസ് സ്റ്റേജ് 3 ഹെൽപ്സ് ദ പ്രോസസ്? ഈ ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ആവുക എന്നുള്ള, അല്ലെങ്കിൽ രക്തലൗമികകൾ വികസിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിന് ഈ ഒരു പ്രോസസ്സിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രത്തോളം പ്രാധാന്യമുണ്ട്?
ഈ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ആവുന്ന സമയത്ത് അവിടേക്കുള്ള രക്തപ്രവാഹം ബ്ലഡ് ഫ്ലോ എന്താവുന്നുണ്ട്, കൂടുന്നുണ്ട്. മോർ ബ്ലഡ് പ്ലാസ്മ ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ച് ദ സൈറ്റ്. അതായത് കൂടുതൽ രക്തത്തിലുള്ള പ്ലാസ്മ എന്ന് പറയുന്ന ഘടകവും അതുപോലെ തന്നെ ശ്വേതരക്താണുക്കളും ആ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. മോർ ബ്ലഡ് പ്ലാസ്മ ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ചസ് ദ സൈറ്റ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, പിന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ മക്കളെ, സ്റ്റേജ് 5 ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏതോ രണ്ട് ആൾക്കാരുണ്ട്, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ടാളുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളത് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റും. ആരാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? നെയിം ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് എ ആൻഡ് സി. എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതുമായിട്ടുള്ള പാർട്ട് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ പാർട്ട് ഏതാ മക്കളെ? എ പാർട്ടാണ് ഹൈപ്പോതലാമസ്. സി പാർട്ട് ഏതാ മക്കളെ? പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബാണ്. സി പാർട്ട് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ പാർട്ടാണ്, അല്ലെങ്കിൽ പോസ്റ്റീരിയർ ലോബാണ്. സെറ്റാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഫ്രം എ ഈസ് ഹൈ ഇൻ സമ്മർ ആൻഡ് ലെസ് ഇൻ വിന്റർ. വിച്ച് ഈസ് ദ ഹോർമോൺ? ഹൗ ഡസ് ഇറ്റ്സ് ഡെഫിഷ്യൻസി അഡ്വേഴ്സ്ലി എഫക്റ്റ് അവർ ബോഡി? അതായത് എയിൽ നിന്നുള്ള ഏതോ ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ സമ്മറിൽ വളരെയധികം കൂടുതലും വിന്ററിൽ വളരെയധികം കുറവുമാണ്. ഏതാണ് ആ ഹോർമോൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ ഡെഫിഷ്യൻസി, ഇതിന്റെ ഉൽപാദനം കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ അളവ് കുറയുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാ മക്കളെ ഹോർമോൺ? അതാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. എന്താണ് സംഭവിക്കുക? ഇതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയബറ്റിക് ഇൻസിപ്പിഡസിന് കാരണമാവും. അതായത് റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി ആൻഡ് ഇൻക്രീസസ് യൂറിൻ ഔട്ട്പുട്ട്, കോസസ് എക്സസീവ് തേർട്ട്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ ജലാംശത്തിന്റെ പുനരാകിരണം നടക്കാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് യൂറിൻ ഔട്ട്പുട്ട് വളരെ കൂടുതലാകും. നമുക്ക് വളരെ അധികം ദാഹം അനുഭവപ്പെടും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതെന്താണ്? സെറ്റാണ്. ഇനി സി ക്വസ്റ്റ്യൻ, നെയിം അനദർ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ആൻഡ് സ്റ്റോർഡ് ഇൻ സി. റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. അതായത് എയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയും സിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അതിന്റെ ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതാ മക്കളെ? അതാണ് ഓക്സിറ്റോസിൻ. എന്താ അതിന്റെ ഫംഗ്ഷൻ? facilitates childbirth by stimulating the contraction of smooth muscles in the uterine wall, facilitates lactation. ഒന്നാമത്തെ കാര്യം എന്താണ്? ലാക്ടേഷന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത് എന്ത് ചെയ്യുന്നു? ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രസവത്തെ എന്ത് ചെയ്യുന്നു? സുഗമമാക്കുന്നു. ബൈ സ്റ്റിമുലേറ്റിംഗ് ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ ദ യൂട്രൈൻ വാൾ. നമ്മുടെ ഗർഭാശയ ഭിത്തികളിലെ സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ഷൻ ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രസവം എന്ന് പറയുന്ന ആ ഒരു ചൈൽഡ് ബർത്തിനെ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്തുള്ളത്? നമ്മുടെ 23ാമത്തെ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ബി പാർട്ടിന് 2 മാർക്കാണ്, ബാക്കിയുള്ളത് രണ്ടും എത്രയാണ്? 1 മാർക്കാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ അത് ചേഞ്ച് ഉള്ളൂ. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാ ക്വസ്റ്റ്യനും ഏകദേശം സാറ് എല്ലാ ഐഡിയകളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? നമ്മൾ കുറേ ലൈവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലൈവ് കണ്ട ആളുകൾക്ക് കുറേ ക്വസ്റ്റ്യനൊക്കെ കേട്ട് പരിചയമുള്ളത് പോലെയെങ്കിലും തോന്നും. നിങ്ങൾക്ക് കേട്ടതായിരിക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അനലൈസ് ചെയ്ത് അടുത്തൊരു പരീക്ഷയ്ക്ക് അടിച്ചു പൊളിച്ച് പഠിക്കുക. കുറച്ചുകൂടെ എവിടെയാണ് എൻ്റെ വീക്ക് പോയിന്റ്സ് എന്ന് മനസ്സിലാക്കി ആ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫുൾ മാർക്ക്, നമുക്ക് A+ തന്നെ നേടാൻ പറ്റും. അപ്പോൾ സെറ്റല്ലേ? നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അവരെന്ത് ചെയ്യുക? അവർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.